അമേരിക്ക പാകിസ്ഥാനെ ആക്രമിക്കുമോ? ഈ ചോദ്യം സാങ്കല്പികമാണ് എന്ന് കരുതാൻ വരട്ടെ. ഈ സംശയം ഉന്നയിച്ചിരിക്കുന്നതും ഇത് ആക്രമിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നതും വേറെ ആരുമല്ല, പാകിസ്ഥാന് മുൻ ഹൈ കമ്മീഷണറായിട്ടുള്ള അബ്ദുൾ ബാസിദാണ്. ഈ അബ്ദുൾ ബാസിദിന് നമുക്ക് ഇന്ത്യക്കാർക്ക് പരിചിതനാണ്. കാരണം 2014 മുതൽ 2017 വരെ ഇന്ത്യയിൽ ദില്ലിയിൽ പാക് ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥനായിരുന്നു. ഈ ബാസിദാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഭാവിയിൽ ഒരുപക്ഷെ അമേരിക്ക പാകിസ്ഥാനെ ആക്രമിച്ചേക്കാം. എന്നാൽ പാകിസ്ഥാൻ അമേരിക്കയോ അമേരിക്കയുടെ താവളങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഗൾഫ് രാഷ്ട്രങ്ങളെയോ തിരിച്ചടിക്കാൻ കഴിയാതെ വന്നാൽ നമ്മൾ ഇന്ത്യയെ ലക്ഷ്യം വെക്കും, മുംബൈയും ദില്ലിയും നമ്മൾ തകർക്കും എന്ന് പറയുന്നു. ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ പാകിസ്ഥാൻ ഒരു ദീർഘദൂര മിസൈൽ രൂപപ്പെടുത്തുന്നുണ്ട് എന്നും അത് ആണവ മിസൈലാണെന്നും അമേരിക്കയെ ഉൾപ്പെടെ ലക്ഷ്യം വെക്കാനാണിതെന്നും ഒക്കെ തുളസി ഗബ്ബാർഡ് ഒരു മുന്നറിയിപ്പ് അമേരിക്കയ്ക്ക് നൽകിയിരുന്നു. ഇതുകൂടി ഇതിന്റെ പശ്ചാത്തലത്തിൽ കാണേണ്ടതാണ്. ഒപ്പം തന്നെ ഒരു കാര്യം കൂടി ഇതിവിടെ ശ്രദ്ധേയമാണ്. ഇവിടെ ഇറാനെ ആക്രമിക്കുമ്പോൾ ഇറാൻ ചുറ്റുമുള്ള രാജ്യങ്ങളെ കൂടി ആക്രമിക്കുന്ന ഒരു രീതിയുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടി ആയിരിക്കണം ബാസിദ് ഇങ്ങനെ പറയുന്നത്. നിലവിൽ ഇന്ത്യയിൽ അമേരിക്കയുടെ വ്യോമത്താവളങ്ങളോ അമേരിക്കയ്ക്ക് സഹായകരമായ ഒരു സംവിധാനങ്ങളോ ഇല്ല. അപ്പോൾ പാകിസ്ഥാൻ എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു എന്നുള്ളൊരു ചോദ്യവും ചിന്തനീയമാണ്. കാരണം ഈ ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാൻ ഒരു വിടുവാത്തരം പറഞ്ഞതാണോ അതോ ഭാവിയിലെ അമേരിക്കൻ ആക്രമണം മുൻകൂട്ടി കണ്ടൊരു പ്രവചനം നടത്തിയതാണോ എന്നൊരു സംശയവും നിലനിൽക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.